السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم أنه قال: قد اجتمع في يومكم هذا العيدان فمن شاء أجزه من الجمعة وإنا مجمعون. رواه أبو داود والبيهقي والحاكم والبزار وصححه الألباني رحمه الله. ഷെയ്ഖ് അൽബാനി റഹ്മഹുള്ള സഹീഹാണെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഇമാം അബൂദാവൂദും ബൈഹഖിയും ഒക്കെ ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹീഹായ ഹദീസാണ് ഓതി കേൾപ്പിച്ചത്. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, റസൂലിൻ്റെ കാലഘട്ടത്തിൽ ഒരു ദിവസം പെരുന്നാൾ ദിവസം വെള്ളിയാഴ്ച വന്നപ്പോൾ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിൻ്റെ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കെ ആ ഖുതുബ കഴിഞ്ഞതിന് ശേഷം റസൂൽ പറഞ്ഞ ഒരു ഹദീസാണ് ഉദ്ധരിക്കപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നത്തെ ദിവസം അള്ളാഹു നിങ്ങൾക്ക് 2 പെരുന്നാളുകൾ ഒറ്റ ദിവസം ഒരുമിച്ച് കൂട്ടി തന്നിരിക്കുകയാണ്. അതായത് ജുമുഅ പെരുന്നാളാണ്, അതേപോലെ ഈദുൽ ഫിത്ർ അതും പെരുന്നാളാണ്. അപ്പൊ അത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസം നിങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നവർ അവർക്ക് ജുമുഅക്ക് പകരമായി പെരുന്നാൾ മതിയാകുന്നതാണ്. എന്നാൽ നമ്മൾ ജുമുഅയും നിസ്കരിക്കുന്നതാണ്. ഇതാണ് ഹദീസ്. ഈ ഹദീസ് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഈ സമകാലികമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന നിലക്ക് തന്നെ നമ്മൾക്ക് ആ വിഷയത്തിൽ ഒരു നിലപാട് അനിവാര്യമാണ്. ഇതിന് പഠിക്കേണ്ട ഒരു പാഠം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് വഇന്നാ മുജമ്മിഊൻ, നമ്മൾ ജുമുഅ നിസ്കരിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം ഓരോ പള്ളികളിലും ജുമുഅ നിർവഹിക്കപ്പെടൽ നിർബന്ധമാണ്. അത് പെരുന്നാളിൻ്റെ ദിവസമാണെങ്കിലും ശരി, അല്ല എങ്കിലും ശരി, ജുമുഅ പള്ളികളിൽ നിർവഹിക്കപ്പെടുക എന്നുള്ളത് നിർബന്ധമാണ്, അനിവാര്യമാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഇനി പെരുന്നാൾ ദിവസം പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പങ്കെടുത്ത വ്യക്തികൾ അവർ ജുമുഅക്ക് വരേണ്ടതുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. നമുക്ക് പണ്ഡിത ലോകത്ത് 3 അഭിപ്രായങ്ങൾ കാണാം, പ്രബലമായ 3 അഭിപ്രായങ്ങൾ. അതിൽ ഒന്നാമത്തെ അഭിപ്രായം, വെള്ളിയാഴ്ച ദിവസമാണ് പെരുന്നാൾ വരുന്നതെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന് പങ്കെടുത്ത വ്യക്തികൾ നിർബന്ധമായും ജുമുഅക്കും പങ്കെടുക്കണം. ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം. ജുംഹൂറുൽ ഉലമയുടെയും അഭിപ്രായം ഇതാണ്. അതേപോലെ മാലിക്കി മദ്ഹബിൻ്റെയും ഹനഫി മദ്ഹബിൻ്റെയും അഭിപ്രായവും ഇതാണ്. അതേപോലെ ഇബ്നു ഹസം, ഇബ്നു മുൻദിർ, ഇബ്നു അബ്ദുൽ ബർ എന്നീ പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഇതാണ്. ഇവർ ഇതിന് തെളിവായി ഉദ്ധരിക്കുന്നത് പരിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഉ ഇലാ ദിക്രില്ലാഹ്. അതാണല്ലോ ജുമുഅക്ക് തെളിവായിട്ടുള്ള ആയത്ത്. അപ്പോൾ പെരുന്നാൾ ദിവസമാണെങ്കിലും പെരുന്നാൾ ദിവസം അല്ല എങ്കിലും ജുമുഅക്ക് വേണ്ടി വിളിക്കപ്പെട്ടാൽ നിങ്ങൾ ആ ജുമുഅക്ക് വേണ്ടി പോകൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ജുമുഅ ദിവസം പെരുന്നാൾ വന്നാൽ രണ്ടിലും പങ്കെടുക്കൽ അനിവാര്യമാണ്. ഇതാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. രണ്ടാമതൊരു അഭിപ്രായം ഇമാം ഷാഫിഈ മദ്ഹബിന്റെ അഭിപ്രായമാണ്. പെരുന്നാൾ ദിവസം വെള്ളിയാഴ്ച വന്നാൽ ജുമുഅക്ക് പങ്കെടുത്ത വ്യക്തികൾ, പെരുന്നാൾ നിസ്കാരത്തിന് പങ്കെടുത്ത വ്യക്തികൾ ജുമുഅക്ക് പങ്കെടുക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ്. അതെല്ലാവർക്കും അല്ല, മറിച്ച് പള്ളിയിൽ നിന്നും വിദൂരത്ത് താമസിക്കുന്ന, ഗ്രാമങ്ങളിൽ താമസിക്കുന്ന, പള്ളിയിലേക്ക് വരാൻ പ്രയാസമുള്ളവർക്ക് ജുമുഅക്ക് പങ്കെടുക്കേണ്ടതില്ല. അതല്ലാതെ നാട്ടിൽ താമസമുള്ള, പള്ളിയുടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർ നിർബന്ധമായും ജുമുഅക്ക് പങ്കെടുക്കണം. ഇതാണ് രണ്ടാമത്തെ അഭിപ്രായം, ഷാഫിഈ മദ്ഹബിന്റെ അഭിപ്രായം.
ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഉമ്മിലും അതിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മജ്മൂഇലും ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഇവരിതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്നത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഉബൈദത്ത് ബിൻ അസ്ഹർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഹദീസാണ്. അദ്ദേഹം പറയാണ്, ഞാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പെരുന്നാൾ നിസ്കാരത്തിന് പങ്കെടുത്തു. അന്ന് വെള്ളിയാഴ്ച ദിവസം കൂടിയായിരുന്നു. പെരുന്നാൾ ഖുതുബ കഴിഞ്ഞതിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുതുബയിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ബാദിയിൽ താമസിക്കുന്നവർ, അതായത് ഗ്രാമങ്ങളിൽ, ഉൾഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ, പള്ളിയിലേക്ക് വരാൻ പ്രയാസമുള്ളവർ, അവർ ജുമുഅക്ക് പങ്കെടുക്കേണ്ടതില്ല. ഞാൻ അവർക്ക് വിട്ടുവീഴ്ച നൽകിയിരിക്കുന്നു, നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറയുന്ന ഒരു പരാമർശം. ഈ ഹദീസ് തെളിവെടുത്തുകൊണ്ടാണ് ഷാഫിഈ മദ്ഹബിന്റെ ഈ അഭിപ്രായം മുന്നോട്ട് വെക്കുന്നത്. വെള്ളിയാഴ്ച ദിവസമാണ് പെരുന്നാൾ വരുന്നതെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന് പങ്കെടുത്തവർ, അത് ദൂരത്തുള്ള ആൾക്കാരാണെങ്കിൽ, ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് ജുമുഅക്ക് പങ്കെടുക്കേണ്ടതില്ല എന്ന അഭിപ്രായം. മൂന്നാമത്തെ അഭിപ്രായം, വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വരികയാണെങ്കിൽ പെരുന്നാൾ നിസ്കരിച്ചവർക്ക് ജുമുഅക്ക് പങ്കെടുക്കേണ്ടതില്ല, അവർക്ക് ളുഹ്ർ നിസ്കരിച്ചാൽ മതിയാകുന്നതാണ്. ഇതാണ് മൂന്നാമത്തെ അഭിപ്രായം. ഈ അഭിപ്രായം സൂചിപ്പിച്ചിട്ടുള്ളത് ഹംബലി മദ്ഹബിന്റെ അഭിപ്രായമാണ്. അതേപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ആധുനികരായ ഇബ്നു ഉസൈമീൻ, ഇബ്നു ബാസ്, ഷെയ്ഖ് ഫൗസാൻ എന്നീ പണ്ഡിതന്മാരുടെയൊക്കെ ഈ അഭിപ്രായക്കാരാണ്. അതേപോലെ തന്നെ മുൻഗാമികളിൽ ഇമാം ഷൗക്കാനി, അതേപോലെ ഇമാം സമആനി, അവരും ഈ അഭിപ്രായക്കാരാണ്. ഇതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്നത് നമ്മൾ ഈ ഓതി വെച്ച അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഹദീസാണ്. അതേപോലെ സമാനമായി ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, അതും സമാനമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ കാലഘട്ടത്തിൽ ഇതേപോലെ വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്നപ്പോൾ റസൂല് പെരുന്നാൾ നിസ്കരിച്ചവർക്ക് ജുമുഅക്ക് പങ്കെടുക്കേണ്ടതില്ല, നിങ്ങൾ ളുഹ്ർ നിസ്കരിച്ചാൽ മതി എന്ന് ഇളവ് കൊടുത്ത ഹദീസ് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് പണ്ഡിത അഭിപ്രായമായി ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലേറ്റവും പ്രബലമായ അഭിപ്രായം, ഖുർആനിനോടും സുന്നത്തിനോടും യോജിച്ചിട്ടുള്ള അഭിപ്രായമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് ഇമാം ഷൗക്കാനി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നൈലുൽ ഔതാറിലും, അതേപോലെ ഇമാം സമആനി അദ്ദേഹത്തിന്റെ സുബുലുസ്സലാം എന്ന കിതാബിലും, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മജ്മൂഇലും രേഖപ്പെടുത്തിയ, അതേപോലെ ആധുനിക ലജ്നത്തുദ് ദായിമ, സൗദിയുടെ പ്രഥമമായ അവിടുത്തെ ഇഫ്താർ, അതും ഫത്വ നൽകിയിട്ടുള്ളത് ഇതാ, ജുമുഅ ദിവസം പെരുന്നാൾ വന്ന് വരികയും ആ പെരുന്നാളിന് പങ്കെടുക്കുകയും ചെയ്ത വ്യക്തികൾ, അവർക്ക് ജുമുഅക്ക് പങ്കെടുക്കൽ നിർബന്ധമില്ല, മറിച്ച് ളുഹ്ർ നിസ്കരിച്ചാൽ മതിയാകുന്നതാണ് എന്ന അഭിപ്രായമാണ്. അതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസിനോട് യോജിച്ചിട്ടുള്ളത്. അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്ര അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ പെരുന്നാൾ നിസ്കരിച്ചവർക്ക് ജുമുഅ നിസ്കരിക്കാൻ നിർബന്ധമില്ല, മറിച്ച് ളുഹ്ർ നിസ്കരിച്ചാൽ മതിയാകും എന്നുള്ള അഭിപ്രായം നിലനിൽക്കെ തന്നെ ജുമുഅക്ക് പങ്കെടുക്കലാണ് ഏറ്റവും അഫ്ദൽ. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം അദ്ദേഹം സൂചിപ്പിച്ചത്, എത്ര അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് ളുഹ്ർ മതിയാകുമെങ്കിലും ജുമുഅക്ക് പങ്കെടുക്കലാണ് അഫ്ദൽ, ഏറ്റവും ഉത്തമമായത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ജുമുഅതു ഇലൽ ജുമുഅതി കഫാറത്തുൻ ലിമാ ബൈനഹുമാ. ഒരു ജുമുഅ പങ്കെടുത്ത വ്യക്തി അടുത്ത ജുമുഅ വരെയുള്ള അവന് സംഭവിക്കുന്ന ചെറിയ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്, കഫാറത്താണ് എന്ന്. വെറുതെ ഒരു കഫാറത്ത് കളയുന്നത് എന്തിനാ? അതേപോലെ തന്നെ ഒരു ജുമുഅക്ക് പങ്കെടുത്താൽ ആ വ്യക്തിക്ക് എഴുതപ്പെടുന്ന പ്രതിഫലം അത് ളുഹ്ർ നിസ്കാരത്തിന് പങ്കെടുത്തതിനേക്കാൾ ദറജ കൂടിയതാണ്. അതുകൊണ്ട് തന്നെ ജുമുഅക്ക് പങ്കെടുക്കലാണ് അഫ്ദൽ. അതല്ല, ഒരാൾക്ക് പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ളുഹ്ർ നിസ്കരിച്ചാലും മതിയാകുന്നതാണ്. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിലും അമലിലും സമയത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും നല്ല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.